പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും സർവശക്തനായ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത വിശ്വാസത്താലുള്ള അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസത്താലുള്ള അനുഗ്രഹത്തെക്കുറിച്ച് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകുവാൻ ഇടയായിത്തീരണം. നമ്മുടെ ഉള്ളിൽ വിശ്വാസമില്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്കതിനൊരു മറുപടി ലഭിക്കത്തില്ല. നമുക്ക് പറയാൻ കഴിയും, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഉപവസിക്കുന്ന വ്യക്തിയാണ്, കൂട്ടായ്മയിൽ കൂടുന്ന വ്യക്തിയാണ്, ഞാനൊരു ആത്മീയ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ വചനം പറയുന്നത് വിശ്വാസമില്ലാതെ എത്ര പ്രാർത്ഥിച്ചാലും അവിടെ ചുങ്കക്കാരനും പരീശനും ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ ഉള്ളൂ. ഒരു പരീശൻ എന്ന് പറയുന്ന വ്യക്തി ആലയത്തിന്റെ അകത്തളത്തിൽ കൃപാസനത്തോട് ചേർന്ന് നിന്ന് താൻ പ്രാർത്ഥിച്ചു. തന്റെ വിശ്വാസം അമ്പാടെ നഷ്ടപ്പെട്ടിട്ട് പ്രഗത്സന രൂപേണ മറ്റുള്ളവർ കാണേണ്ടതിന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു, മാത്രമല്ല ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും ഞാൻ അല്ലായകിയാൽ നിന്നെ വാഴ്ത്തുന്നു. അപ്പൊ അവിടെ ഒരു പ്രഗത്സന പ്രാർത്ഥനയാണ്, വിശ്വാസമില്ലാതെയുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. എന്നാൽ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, തൻ്റെ കുറ്റമറ്റ മനസാക്ഷിയെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായപ്പോൾ ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയാം, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാനിടയായി തീരും. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അപ്പൊ വിശ്വാസത്തോടുകൂടി കാഴ്ച നഷ്ടപ്പെട്ട വിഷയമാണെങ്കിലും, അമ്പെ പരാജയപ്പെട്ട വിഷയമാണെങ്കിലും, ഇനി ഒരിക്കലും അതിനൊരു പ്രതിവിധി ഉണ്ടാകത്തില്ല എന്ന് ചിന്തിച്ച വിഷയമാണെങ്കിലും, ദൈവാത്മാവ് പറയുന്നു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ, വിശ്വാസത്തോടു കൂടിയുള്ള നിലവിളിയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. മനുഷ്യരുടെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ കരയാൻ നീ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ നീ തയ്യാറാണെങ്കിൽ, മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അവിടെ പറയുന്നു, 29-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അപ്പൊ നമ്മുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ വചനോടെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ നടുവിലാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്. ആമേൻ. അവിടെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അതിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, യേശു യായിറോസിന്റെ മകളെ ഉയർപ്പിച്ച ശേഷം അവിടെ നിന്ന് പോകുമ്പോൾ 2 അന്ധന്മാര് അവരുടെ പിന്നാലെ വരുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആമേൻ. അവര് നിലവിളിക്കുക, ദാവീദിന്റെ പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടെ ഒരു നിലവിളിയാണ്. ആ നിലവിളി ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്ന ദൈവവേദനം മനുഷ്യന്റെ മുമ്പിൽ നിലവിളിക്കാൻ ദൈവം അനുവദിക്കത്തില്ല.
ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചാൽ നമ്മുടെ നിലവിളിക്ക് ദൈവം മറുപടി തരുവാനിടയായിത്തീരും. അവർ ദൈവത്തെ ഒരു മശികയായി വിശ്വസിക്കുവാനിടയായി തീർന്നു എന്ന് നമ്മളെവിടെ പഠിപ്പിക്കുകയാണ്. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതായത് സുവിശേഷം 9:28. അപ്പൊ അവിടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, അവരുടെ പൂർണ്ണ വിശ്വാസത്തിന് നടുവിൽ ദൈവം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അവർ മറുപടി പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഉവ്വ്, എന്റെ വിഷയത്തിന് പരിഹാരം തരാൻ നിനക്ക് കഴിയും. അത് മനുഷ്യർക്ക് കഴിയത്തില്ല, ലോകത്തിന് കഴിയത്തില്ല. കർത്താവിന് എന്റെ വിഷയത്തിന് പരിഹാരം നൽകി തരാൻ കഴിയും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം. അവിടെയാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം എത്രയാണോ ആ വിശ്വാസത്തിന് നടുവിലാണ് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവരുടെ വിഷയം എന്താണോ ആ വിഷയത്തിന് ദൈവം പരിഹാരം കൊടുക്കുവാനിടയായി തീർന്നു. അതിന് മർമ്മങ്ങൾ പറയുന്ന വിശ്വാസം ദൈവത്തിന്റെ ശക്തിയെ ആശ്രയിക്കുന്നു. പിന്നെ പറയുന്നു, യേശുവിന് കഴിയും എന്ന ഉറച്ച വിശ്വാസം അനുഗ്രഹത്തിലേക്കുള്ള വഴിയാണ്. യേശുവിന് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ അനുഗ്രഹത്തിലേക്കുള്ള വഴിയാണ്. പിന്നെ പറയുന്നത്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് നിരാശപ്പെടുത്തത്തില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം നിരാശപ്പെടുത്തത്തില്ല. അത്ഭുതം സംഭവിച്ച വിശ്വാസത്തിന്റെ പ്രതിഫലമായിരുന്നു. എന്നാൽ എല്ലാ അനുഗ്രഹവും ദൈവകൃപയാലാണ് ലഭിക്കുന്നത്. എല്ലാ അനുഗ്രഹവും ദൈവകൃപയാലാണ് നമുക്ക് ലഭിക്കപ്പെടുവാനിടയായിത്തീരുന്നത്. ഒരു വാക്യം കൂടെ വായിക്കണം. മാർക്കോസ് സുവിശേഷം 9:23. വിശ്വസിക്കുന്നവന് സകലവും സാധ്യമാണ്. വിശ്വസിക്കുന്ന വ്യക്തിക്ക് സകലവും സാധ്യമായി ദൈവാത്മാവ് അവിടുന്ന് പ്രവർത്തിക്കുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.